ിലേക്ക് ഏവർക്കും സ്വാഗതം. 2020 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയതിന് പിന്നാലെ വലിയ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പുതിയ പരമ്പരകളിലേക്ക് കടന്നത്. എന്നാൽ ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് പുതിയ നായകൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ടീം ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. തോൽവികളിൽ നിന്ന് തോൽവികളിലേക്ക് കൂപ്പുകുത്തുന്ന ഇന്ത്യൻ ടീം തുടർച്ചയായ 4ാമത്തെ മത്സരത്തിലും പരാജയം രുചിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള നിർണായകമായ 3ാം 2020 മത്സരത്തിൽ 125 റൺസിൻ്റെ വമ്പൻ ജയമാണ് ഇംഗ്ലീഷ് പട സ്വന്തമാക്കിയത്. റൺസിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 2020 ചരിത്രത്തിൽ ഇന്ത്യ വഴങ്ങുന്ന ഏറ്റവും വലിയ തോൽവിയാണിത്. ഈ വൻ തകർച്ചയോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തിക്കഴിഞ്ഞു. ലോക ചാമ്പ്യന്മാരെന്ന പദവിയോടെ കളിക്കാനിറങ്ങിയ ടീമിന് വിദേശ മണ്ണിൽ ഒട്ടും പ്രതീക്ഷിച്ച രീതിയിലുള്ള തുടക്കമല്ല ലഭിച്ചിരിക്കുന്നത്. മത്സരത്തിൻ്റെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എന്ന മികച്ച ടോട്ടലാണ് പടുത്തുയർത്തിയത്. ഇംഗ്ലീഷ് ഇന്നിംഗ്സിന് കരുത്തായത് ഓപ്പണർ ഫിൽ സാൾട്ടിൻ്റെ അഗ്രസീവ് 50യാണ്. തുടക്കം മുതൽ ഇന്ത്യൻ ബൗളർമാരെ കടന്നാക്രമിച്ച സാൾട്ട് 70 റൺസോടെ ടീമിൻ്റെ അമരക്കാരനായി മാറി. 7 ഫോറുകളും 3 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഇന്നിംഗ്സ്. സാൾട്ടിന് പുറമെ മുൻ നായകൻ ജോസ് ബട്ട്ലർ 36 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. അവസാന ഓവറുകളിൽ സാങ്കറൻ തകർത്തടിച്ചതോടെയാണ് ഇംഗ്ലണ്ട് സ്കോർ 200 കടന്നത്. 24 പന്തിൽ നിന്ന് പുറത്താകാതെ 41 റൺസാണ് സാങ്കറൻ അടിച്ചെടുത്തത്. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇംഗ്ലണ്ട് നിരയിൽ ഒരു 50+ കൂട്ടുകെട്ട് പോലും ഇല്ലാതിരുന്നിട്ടും അവർക്ക് 200 റൺസ് നേടാൻ സാധിച്ചു എന്നതാണ്. എല്ലാവരും ചെറിയ സംഭാവനകൾ വേഗത്തിൽ നൽകിയതാണ് അവർക്ക് തുണയായത്. ഇംഗ്ലീഷ് ഇന്നിംഗ്സിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് പിറന്നത് 5ാം വിക്കറ്റിലാണ്. സാൾട്ട് ആൻഡ് കറൻ ജോഡി 26 പന്തിൽ നിന്ന് 47 റൺസ് അടിച്ചെടുത്തു. ഇന്ത്യൻ ബൗളിങ്ങിൽ ഹർഷിത് റാണയും പ്രിൻസ് യാദവും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. 202 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കം മുതൽ തന്നെ പിടിച്ചു. പവർ പ്ലേ തന്നെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 54 റൺസ് എന്ന നിലയിലേക്ക് തകർന്നതോടെ ഇന്ത്യ ഈ മത്സരത്തിൽ തോൽവി ഉറപ്പിച്ചിരുന്നു. ഒടുവിൽ 11.4 ഓവറിൽ വെറും 76 റൺസിന് ഇന്ത്യയുടെ എല്ലാ കളിക്കാരും കൂടാരം കയറി. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഒരാൾക്ക് പോലും 15 റൺസ് തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത നിരാശയാണ് സമ്മാനിക്കുന്നത്. 13 റൺസ് വീതമെടുത്ത വൈഭവ് സൂര്യവംശിയും ഇഷാൻ കിഷാനുമാണ് ടീമിൻ്റെ ടോപ്പ് സ്കോറർമാർ. മറ്റാർക്കും തന്നെ ഇംഗ്ലീഷ് പേസർമാരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും ചേർന്ന് 11 പന്തിൽ 23 റൺസ് അടിച്ച് നല്ലൊരു തുടക്കമാണ് നൽകിയത്. എന്നാൽ 7 പന്തിൽ 10 റൺസ് എടുത്ത അഭിഷേകിനെ ജോസ്റ്റൺ വീഴ്ത്തിയതിന് പിന്നാലെ ഇന്ത്യൻ ബാറ്റർമാരുടെ വലിയൊരു ഘോഷയാത്രയാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് 5ാം ഓവറിൽ 2 പ്രധാന വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 4 വിക്കറ്റുകൾ പിടുത്ത ജോസ്റ്റങ്ങും 3 പേരെ മടക്കിയ ജോഫ്ര ആർച്ചറും ചേർന്നാണ് ഇന്ത്യയുടെ കഥ കഴിച്ചത്. ഇവർക്ക് പുറമെ പരിചയസമ്പന്നനായ ലെഗ് സ്പിന്നർ ആദിൽ റഷീദ് 2 വിക്കറ്റ് നേടി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 5 റൺസിനും തിലക് വർമ്മ 3 റൺസിനും പുറത്തായതോടെ ഇന്ത്യ പൂർണ്ണമായും തകരുകയായിരുന്നു. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന 2ാമത്തെ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ ടീമിൽ ഒരു മാറ്റവുമായാണ് ഇന്ത്യ ഈ 3ാം പോരാട്ടത്തിന് ഇറങ്ങിയത്. ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയ്ക്ക് പകരം ഫാസ്റ്റ് ബോളർ പ്രിൻസ് യാദവിനെ ടീമിലേക്ക് കൊണ്ടുവന്നു. ഇംഗ്ലണ്ടിലെ പേസ് സൗഹൃദ പിച്ചുകൾ മനസ്സിലാക്കിയാണ് ഈ മാറ്റം വരുത്തിയത്. എന്നാൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഈ മത്സരത്തിനും വീണ്ടും തഴയപ്പെട്ടു എന്നത് ആരാധകരെ കടുത്ത നിരാശയിലെത്തിയിട്ടുണ്ട്. മധ്യനിര തകരുമ്പോഴും സഞ്ജുവിനെപ്പോലെ ഒരു അനുഭവസമ്പത്തുള്ള താരത്തെ ബെഞ്ചിലിരുത്തുന്നത് ടീം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ വീഴ്ചയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ താൽപ്പര്യങ്ങളാണ് സഞ്ജുവിനെ മാറ്റി നിർത്തുന്നതിന് പിന്നിലെന്ന സംശയം ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ഈ 5 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. ചെസ്റ്ററിലെ സ്ട്രീറ്റിൽ നടന്ന ആദ്യ 2020 മത്സരം മഴയെ തുടർന്ന് 2ാം ഇന്നിംഗ്സിൽ കളിക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇംഗ്ലണ്ടിന് മുന്നിൽ 190 റൺസിൻ്റെ വലിയ ലക്ഷ്യമാണ് വെച്ചിരുന്നത്. എന്നാൽ മഴ വില്ലനായി എത്തിയതോടെ ഇംഗ്ലണ്ടിന് 1 ഓവർ പോലും ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആ മത്സരം ഫലമില്ലാതെ അവസാനിക്കുകയായിരുന്നു. തുടർന്ന് ഓൾഡ് ട്രാഫോർഡിൽ നടന്ന 2ാമത്തെ മത്സരത്തിൽ 4 വിക്കറ്റിനാണ് ഇംഗ്ലീഷ് പട ഇന്ത്യയെ കെട്ടുകെട്ടിച്ചത്. അന്ന് ഇന്ത്യ നൽകിയ 191 റൺസ് എന്ന വലിയ ലക്ഷ്യം 1 ഓവർ ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് അനായാസം മറികടക്കുകയായിരുന്നു. വെറും 46 പന്തിൽ നിന്ന് പുറത്താകാതെ 76 റൺസ് അടിച്ചുകൂട്ടിയ ജേക്കബ് ബദലാണ് അന്ന് റൺചേസിൽ ഇംഗ്ലണ്ടിൻ്റെ ഹീറോയത്. ആ തോൽവിയുടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ഇന്ത്യ 3ാം മത്സരത്തിന് ഇറങ്ങിയത്. എങ്കിലും നാണം കേട്ട മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇനി പരമ്പരയിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പരമ്പരയിൽ ഒരു സമനിലയെങ്കിലും പിടിച്ചെടുക്കണമെങ്കിൽ ബാക്കിയുള്ള 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് വലിയ മാർജിനിൽ വിജയിക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ കളിക്കാരുടെ ഫോമില്ലായ്മയും ക്യാപ്റ്റൻസിയുടെ പോരായ്മകളും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ബാറ്റിംഗ് നിരയിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തുവാനും വിക്കറ്റ് കാത്തുസൂക്ഷിച്ച് കളിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. സഞ്ജു സാംസനെ പോലെയുള്ള പ്രമുഖ താരങ്ങളെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്ന് ബാറ്റിംഗ് ഓർഡർ ശക്തമാക്കണമെന്ന ആവശ്യം ആരാധകർക്കിടയിൽ ഇപ്പോൾ ശക്തമാണ്.
നോട്ടിംഗ്ഹാമിലെ 125 റൺസിൻ്റെ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിന് ഒട്ടും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കടുത്ത തിരിച്ചടിയാണ്. 76 റൺസിന് എല്ലാവരും പുറത്തായ ഈ മത്സരം കളിക്കാരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും കോച്ച് ഗൗതം ഗംഭീറിനും വരും ദിവസങ്ങളിൽ വലിയ തിരുത്തലുകൾ വരുത്തേണ്ടി വരും. അടുത്ത മത്സരങ്ങളിലെങ്കിലും ആവശ്യമായ മാറ്റങ്ങളോടെ ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീമിൻ്റെ ഈ ചരിത്രപരമായ തകർച്ചയെക്കുറിച്ചും ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്